ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് നോക്കാം. ഷീ കോൾഡ് ആൻഡ് ഷീ വാസ് കോൾഡ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? എന്താണ് ഇതിൻ്റെ മീനിങ്? നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോറ ടീച്ചറിനെ വിളിച്ചു. ഇവിടെ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് മേക്കിങ്ങും മലയാളത്തിലെ സെൻറ്റൻസ് മേക്കിംഗ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. മലയാളത്തിൽ നമ്മൾ പറയും നോറ ടീച്ചറിനെ വിളിച്ചു. അതേസമയം അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് നോറ കോൾ ടീച്ചർ. മലയാളത്തിൽ നോറ ടീച്ചറിനെ വിളിച്ചു എന്ന് പറയുമ്പോൾ നോറ സബ്ജക്റ്റ്, ടീച്ചർ ഒബ്ജക്റ്റ്, വിളിച്ചു വെർബ്, അത് ലാസ്റ്റിലാണ് വരുന്നത്. അതേസമയം ഇംഗ്ലീഷിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഇങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്നത്. ഇവിടെ നോറ ടീച്ചറിനെ വിളിച്ചു, നോറ കോൾ ടീച്ചർ. ഇവിടെ നോറ എന്ന സബ്ജക്റ്റാണ് ഓബ്ജക്റ്റായിട്ടുള്ള ടീച്ചറിനെ വിളിച്ചത്. അപ്പോൾ നോറയാണ് ഇവിടെ ആക്റ്റീവായിട്ടുള്ളത്. ഈ സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണ്. അതായത് സബ്ജക്റ്റ് ആക്റ്റീവായിട്ടുള്ള സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണ്. മോസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് ഇൻ ഇംഗ്ലീഷ് ആക്റ്റീവ് വോയിസിലാണ് പറയുന്നത്. അതായത് സബ്ജക്റ്റ് എന്തോ ഒരു ആക്ഷൻ നടത്തുന്നുണ്ട്. സബ്ജക്റ്റ് ഈസ് ആക്ടിങ് ഓൺ ഒബ്ജക്റ്റ്, അതാണ് ആക്റ്റീവ് വോയിസ്. ഇനി നമുക്ക് സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും കൂടി ഒന്ന് ചേഞ്ച് ചെയ്താലോ? നോറ കോൾ ടീച്ചർ എന്നുള്ളത് ദ ടീച്ചർ വാസ് കോൾഡ് ബൈ നോറ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് വാസ് വന്നത്. അതായത് കോൾഡ് എന്നുള്ള ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസ് കോൾഡ് ആയിരുന്നു വെർബ്, അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സോ നമ്മളിവിടെ വാസ് യൂസ് ചെയ്തു. സോ ദ ടീച്ചർ കോൾഡ് ബൈ നോറ. ടീച്ചർ നോറയാൽ വിളിക്കപ്പെട്ടു എന്നുള്ളതാണ്. നോറ കോൾഡ് ബൈ ടീച്ചർ എന്ന് പറഞ്ഞാൽ നോറ ടീച്ചറിനെ വിളിച്ചു. അപ്പോൾ നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ ടീച്ചർ നോറയാൽ വിളിക്കപ്പെട്ടു. ഇതാണ് പാസീവ് വോയിസ്. അപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സാം എയ്റ്റ് ആപ്പിൾ. അതായത് സാം ആപ്പിൾ കഴിച്ചു എന്നുള്ളതാണ്. ഇത് ആക്റ്റീവ് വോയിസിലാണുള്ളത്. ഇനി ഇത് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ദ ആപ്പിൾ വാസ് ഈറ്റൻ ബൈ സാം. ഇവിടെ എന്താ നിങ്ങൾ നോട്ടീസ് ചെയ്തത്? വെർബിൽ നേരത്തെ കോൾഡ് ആയിരുന്നു, കോൾഡ് തന്നെയാണ് വന്നത്. അതായത് V3 ഫോം ഓഫ് ദ വെർബാണ് നമ്മൾ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. നേരത്തെ നമ്മൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം കോൾഡ് എന്നുള്ളതാണ് 3 ഫോമും. പക്ഷേ ഇവിടെ ഈറ്റിൻ്റെ 3 ഫോം ഏതൊക്കെയാണ്? ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. സോ നമ്മൾ തേർഡ് ഫോം ഓഫ് ദ വെർബാണ് ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ആക്റ്റീവ് വോയിസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ പാസീവ് വോയിസിൽ തേർഡ് ഫോം ഓഫ് ദ വെർബ് വേണം ഉപയോഗിക്കാൻ. ഫോർ എക്സാമ്പിൾ സാം എയ്റ്റ് ആപ്പിൾ. അത് പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ദ ആപ്പിൾ വാസ് ഈറ്റൻ ബൈ സാം. അപ്പോൾ ഈറ്റ്, ഈറ്റൻ എന്നായി. വാസ് നമ്മൾ അവിടെ ആഡ് ചെയ്തു. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസുകൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ അനദർ എക്സാമ്പിൾ. ഐ മെയ്ഡ് എ കേക്ക്. ഇതിനെ പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എ കേക്ക് വാസ് മെയ്ഡ് ബൈ മീ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മെയ്ഡിൻ്റെ തേർഡ് ഫോമും മെയ്ഡ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ മെയ്ഡ് യൂസ് ചെയ്തത്. അപ്പോൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് ഗിവിങ് ആക്ഷനാണ്. അതായത് സബ്ജക്റ്റിനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ആ സബ്ജക്റ്റ് എന്തോ ഒരു സംഭവം കൊടുക്കുകയാണ്. അതേസമയം പാസീവ് വോയിസ് എന്ന് പറയുന്നത് റിസീവിങ് ആക്ഷനാണ്. അതിനകത്ത് ഓബ്ജക്റ്റ് റിസീവ് ചെയ്യുകയാണ്. അതാണ് ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻസർ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.